morning to all. അപ്പോൾ ഇന്ന് നമുക്ക് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന ചാപ്റ്ററിലെ പുതിയൊരു ടോപ്പിക്കാണ് പറയാനുള്ളത്. ടോപ്പിക്കിൻ്റെ പേരാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ല്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തേത് ഏതായിരുന്നു? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ദെൻ സാക്രിഫൈസിംഗ് റേഷ്യോ, ദെൻ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വില്ല്. നെക്സ്റ്റ് വൺ ആണ് എന്ത്? ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ല്. എങ്ങനെയാണ് ഗുഡ് വില്ല് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഗുഡ് വില്ല് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഗുഡ് വില്ല് എന്നാൽ എന്ത് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. എന്തായിരുന്നു ഗുഡ് വില്ല് എന്ന് പറഞ്ഞാൽ? ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ നിലവിലുള്ള പാർട്ട്നേഴ്സിന് എന്താണ് നഷ്ടം അല്ലെങ്കിൽ ലോസ് സംഭവിക്കുന്നുണ്ട്. ഈ ലോസ് നികത്താൻ വേണ്ടി പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീമിയം അല്ലെങ്കിൽ ഗുഡ് വില്ല് എന്ന് പറയുന്നത്. ഈ ഗുഡ് വില്ല് അവർ എന്ത് ചെയ്യും? പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വില്ല് നിലവിലുള്ള പാർട്ട്നേഴ്സ് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിലായിരിക്കും അത് വീതിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗുഡ് വില്ലിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്യുന്നത് രണ്ട് മെത്തേഡ്സിലാണ് ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ടോപ്പിക് എന്താണ്? ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ല്. ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ രണ്ട് രീതിയിലാണ് ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ബൈ പ്രീമിയം മെത്തേഡ്. നമ്മൾ പറഞ്ഞ രണ്ട് മെത്തേഡുകളിൽ അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഗുഡ് വില്ലിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തേതാണ് എന്ത്? പ്രീമിയം മെത്തേഡ്. രണ്ടാമത്തേതാണ് റീവാലുവേഷൻ മെത്തേഡ്. അപ്പോൾ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് പ്രീമിയം മെത്തേഡും രണ്ടാമത്തെ മെത്തേഡ് റീവാലുവേഷൻ മെത്തേഡും. അപ്പം എന്താണ് പ്രീമിയം മെത്തേഡ് എന്നുള്ളത് നോക്കാം. അഥവാ നമ്മുടെ ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള പ്രീമിയം മെത്തേഡ് എന്നാൽ എന്ത്, അല്ലെങ്കിൽ ഈ പ്രീമിയം മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ ഗുഡ് വില്ലിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പ്രീമിയം മെത്തേഡ്. ഈ പ്രീമിയം മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഗുഡ് വില്ല് കൊണ്ടുവരുന്നത് പുതിയ പാർട്ട്നേഴ്സ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ഈ ഗുഡ് വില്ല് കൊണ്ടുവരുന്നത് ക്യാഷിന്റെ ഫോമിലാണെങ്കിൽ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണ് ഗുഡ് വില്ല് കൊണ്ടുവരുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? പ്രീമിയം. ഓക്കെ, പുതിയ പാർട്ട്നേഴ്സ് ഗുഡ് വില്ല് കൊണ്ടുവരുന്നുണ്ട്. ഈ ഗുഡ് വില്ല് ക്യാഷിന്റെ ഫോമിലാണ് അല്ലെങ്കിൽ ക്യാഷിന്റെ രൂപത്തിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? പ്രീമിയം മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ അതിൽ നമുക്ക് ഒരു 4 ജേണൽ എൻട്രീസ് പഠിക്കാനുണ്ട് ഈ ഒരു പ്രീമിയം മെത്തേഡിൽ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് 4 ജേണൽ എൻട്രീസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ മെത്തേഡാണ് പ്രീമിയം മെത്തേഡ്. പ്രീമിയം മെത്തേഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് പുതിയ പാർട്ണർ ഗുഡ് വില്ലായി കൊണ്ടുവരുന്നത് ക്യാഷ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പ്രീമിയം മെത്തേഡ് എന്ന് പറയാം. പ്രീമിയം കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അഥവാ ഗുഡ് വില്ല് കൊണ്ടുവരുന്ന സമയത്ത് ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അവിടെ ഒരു ജേണൽ എൻട്രി ഉണ്ടായിരിക്കും. ഗുഡ് വില്ല് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ജേണൽ എൻട്രി ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തത് ഈ ഗുഡ് വില്ല് എന്ത് ചെയ്യണം? നിലവിലുള്ള പാർട്ട്നേഴ്സിന് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്തിരിക്കണം? അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ വീതിച്ച് നൽകിയിരിക്കണം. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ നിലവിലുള്ള പാർട്ട്നേഴ്സിന് പുതിയ പാർട്ണർ കൊണ്ടുവന്നിട്ടുള്ള ഗുഡ് വില്ല് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സാക്രിഫൈസിംഗ് റേഷ്യോയിൽ വീതിച്ച് നൽകിയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഗുഡ് വില്ല് കൊണ്ടുവരുന്ന ജേണൽ എൻട്രി. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഈ കൊണ്ടുവന്ന ഗുഡ് വില്ല് നിലവിലുള്ള പാർട്ട്നേഴ്സിന് വീതിച്ച് നൽകുന്നതാണ്. മൂന്നാമത്തെ ജേണൽ എൻട്രി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഗുഡ് വില്ല് കൊണ്ടുവന്നു, പുതിയ പാർട്ണർ ഗുഡ് വില്ല് കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്നിട്ടുള്ള ഗുഡ് വില്ല് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പുതിയ പാർട്ണർ എന്ത് കൊണ്ടുവന്നു? ഗുഡ് വില്ല് കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്ന ഗുഡ് വില്ല് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാർട്ട്നേഴ്സിന് നിലവിലുള്ള പാർട്ട്നേഴ്സിന് പുതിയ പാർട്ണർ കൊണ്ടുവന്നിട്ടുള്ള ഗുഡ് വില്ല് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ നമ്മൾ വീതിച്ച് നൽകിയിട്ടുണ്ട്. അവർക്ക് കിട്ടിയിട്ടുള്ള ഗുഡ് വില്ല് അവരെന്ത് ചെയ്യുകയാണ്? ആ പാർട്ണർഷിപ്പിൽ നിന്നും വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, പിൻവലിക്കുകയാണെങ്കിലുള്ള ജേണൽ എൻട്രീസുമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ 4 ജേണൽ എൻട്രീസ് ആണ് പഠിക്കാനുള്ളത്. ഗുഡ് വില്ല് കൊണ്ടുവരുന്ന സമയത്തുള്ള ജേണൽ എൻട്രി, അത് വീതിച്ച് നൽകുന്നത്, അത് ആ പുതിയ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, നിലവിലുള്ള പാർട്ട്നേഴ്സിന് കിട്ടിയിട്ടുള്ള ഗുഡ് വില്ല് അവരെ വിഡ്രോ ചെയ്തത്, പിൻവലിക്കുന്നത്. അപ്പോൾ ഈ 4 ജേണൽ എൻട്രീസ് ആണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്?
പ്രീമിയം മെത്തേഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പ്രീമിയം മെത്തേഡ് നമ്മൾ പറഞ്ഞു ഗുഡ്വിൽ കൊണ്ടുവരുന്നത് ക്യാഷിന്റെ രൂപത്തിലാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പ്രീമിയം മെത്തേഡ് എന്ന് പറയാം. അപ്പം എല്ലാവരും ഈ ജേണൽ എൻട്രീസ് നോക്കുക. ഒന്നാമത്തെ ജേണൽ എൻട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുഡ്വിൽ കൊണ്ടുവരുന്ന സമയത്ത് ക്യാഷിന്റെ ഫോമിലാണ് ഗുഡ്വിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ക്യാഷ് കിട്ടുകയല്ലേ, കിട്ടുന്നത് നമ്മൾ ഡെബിറ്റിലാണ് എഴുതേണ്ടത്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട്, amount brought by new partner as a premium. പ്രീമിയം ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ എൻട്രിയാണ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട്. അപ്പോൾ ഗുഡ്വിൽ കൊണ്ടുവരുന്ന ഒന്നാമത്തെ എൻട്രി. രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് കൊണ്ടുവന്ന ഗുഡ്വിൽ എന്ത് ചെയ്യുകയാണ്? നിലവിലുള്ള പാർട്ട്നേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ. അപ്പോഴുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റർ ടു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അഥവാ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ആ ഗുഡ്വില്ലിന്റെ എമൗണ്ട്. അപ്പോൾ അതാണ് ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റർ ടു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട്, ഗുഡ്വിൽ അഥവാ പ്രീമിയം കൊണ്ടുവരുന്ന സമയത്തുള്ള എൻട്രി എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആ പ്രീമിയം അല്ലെങ്കിൽ ആ ഗുഡ്വിൽ എന്ത് ചെയ്യുകയാണ്? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് സാക്രിഫൈസിംഗ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ. ആ സമയത്തുള്ള എൻട്രി എന്ന് പറയുന്നത് ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റർ ടു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യുകയാണ്? പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വില് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലുള്ള എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ന്യൂ പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഗുഡ്വില്ലിന്റെ സ്ഥാനത്ത് എന്ത് വരും? പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വില്ല് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്, അത് എന്തിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ്? പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്തു? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റർ ടു എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെങ്കിലുള്ള എൻട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റർ ടു എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഗുഡ്വില്ലിൽ നിന്നുമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നുമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ന്യൂ പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റർ ടു എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമായിരുന്നു ഈ പാർട്ണേഴ്സ് നിലവിലുള്ള പാർട്ണേഴ്സിന് നമ്മൾ ഗുഡ്വിൽ എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് പിൻവലിക്കുകയാണ്, വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചെന്ന് കരുതുക. ഇങ്ങനെ വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, അഥവാ അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാഷ് അവരെന്ത് ചെയ്യുകയാണ്? പിൻവലിക്കുകയാണ്. അതാണ് ക്യാഷ് ക്രെഡിറ്റിൽ വരാനുള്ള കാരണം. എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ വിഡ്രോൺ ബൈ ദ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്. എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന് ലഭിച്ചിട്ടുള്ള ഗുഡ്വില്ല് വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എന്ത് ചെയ്യുകയാണ്? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന് ആ ക്യാഷ് കിട്ടുകയാണ്. അതുകൊണ്ടാണ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റിലും ക്യാഷ് പോകുന്നത് കൊണ്ട് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റിലും വന്നിട്ടുള്ളത്. അപ്പം ഇത്രയാണ് ജേണൽ എൻട്രീസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഗുഡ്വില്ല് കൊണ്ടുവരുന്ന സമയത്തുള്ള ജേണൽ എൻട്രി, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി, അതുപോലെ തന്നെ പാർട്ണേഴ്സിന്റെ അതായത് പുതിയ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി, ദെൻ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ഗുഡ്വില്ലിന്റെ എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഈ 4 ജേണൽ എൻട്രീസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇനി അങ്ങോട്ടുള്ള ഓരോ പ്രോബ്ലംസിലും ഈ 4 വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 4 ജേണൽ എൻട്രീസ് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കിയിരിക്കണം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Sunil and Delhi are partners in a firm, sharing profit and losses in the ratio of 5:3. Sachin is admitted in the firm for 1/5 share of profit. He is to be bring in rupees 20,000 as capital and 4,000 as his share of goodwill. Give the necessary journal entries. First one, when the amount of goodwill is retained in the business. Second one, when the amount of goodwill is fully withdrawn. And third one, when 50% of the amount of goodwill is fully withdrawn. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ട്?
സുനിൽ ആൻഡ് ദൽവി എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട് ഒരേ പാർട്ണർഷിപ്പ് ഫേമില്. അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. അവരെന്ത് ചെയ്തു? സച്ചിൻ എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഷെയർ എന്ന് പറയുന്നത് 1/5 ആണ്. ഈ സച്ചിൻ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ പാർട്ണർഷിപ്പിലേക്ക് ചേരുന്ന സമയത്ത്, അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലും ഗുഡ്വില്ലും കൊണ്ടുവരുന്നുണ്ട്. ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് 20,000 ഉം ഗുഡ്വില്ലായിട്ട് കൊണ്ടുവരുന്നത് 4,000 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യണം. അത് 3 കേസിലാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്വില്ല് വിഡ്രോ ചെയ്യുന്നില്ല. ഓക്കെ, അഥവാ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്, നിലവിലുള്ള പാർട്ട്നേഴ്സിന്, ആരൊക്കെയാണ് നിലവിലുള്ള പാർട്ട്നേഴ്സ്? സുനിലിനും ദലവിലും കിട്ടിയിട്ടുള്ള ഗുഡ്വിൽ അവർ വിഡ്രോ ചെയ്യാത്ത സാഹചര്യത്തിലുള്ള ജേണൽ എൻട്രീസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ഗുഡ്വിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രീസ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ഗുഡ്വില്ലിന്റെ 50% വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രീസ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. അപ്പം ഇത് മൂന്നുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ജേണൽ എൻട്രീസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ എന്റെ ആൻസർ ചെയ്യാം. എന്റെ എന്താണ് ആൻസർ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അവർക്ക് കിട്ടിയിട്ടുള്ള അഥവാ നിലവിലുള്ള പാർട്ട്നേഴ്സിന് കിട്ടിയിട്ടുള്ള ഗുഡ്വില്ല് ബിസിനസ്സിൽ തന്നെ അവർ നിലനിർത്തുകയാണെങ്കിലുള്ള ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ജേണലിന്റെ ഫോർമാറ്റ് വരയ്ക്കാം. ജേണലിന്റെ ഫോർമാറ്റ് വരച്ചു. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റിന്റെ എമൗണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റിന്റെ എമൗണ്ട്. ഇതുപോലെയാണ് ജേണലിന്റെ ഫോർമാറ്റ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അവർക്ക് കിട്ടിയിട്ടുള്ള അഥവാ സുനിൽ എന്ന് പറയുന്ന പാർട്ണർക്കും ദൽവി എന്ന് പറയുന്ന പാർട്ണർക്കും കിട്ടിയിട്ടുള്ള ഗുഡ്വില്ല് അവർ ബിസിനസ്സിൽ തന്നെ റിട്ടേൺ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സച്ചിൻ എന്ന് പറയുന്ന പുതിയ പാർട്ണർ കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഗുഡ്വിൽ കൊണ്ടുവന്നു എന്ന് നമ്മൾ പറയണം. ഇതിന്റെ ജേണൽ എൻട്രീസ് ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് ഗുഡ്വിൽ എന്ത് ചെയ്യണം? നിലവിലുള്ള പാർട്ട്നേഴ്സിന് നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് നൽകിയിട്ടില്ല? ന്യൂ റേഷ്യോ നൽകിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓൾഡ് റേഷ്യോയെ സാക്രിഫൈസിംഗ് റേഷ്യോ ആയിട്ട് നമ്മൾ പരിഗണിക്കണം. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ നമുക്ക് ന്യൂ റേഷ്യോ നൽകിയിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ന്യൂ റേഷ്യോ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓൾഡ് റേഷ്യോയെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? സാക്രിഫൈസിംഗ് റേഷ്യോ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ നമുക്ക് ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാം. അഥവാ സച്ചിൻ എന്ന് പറയുന്ന പാർട്ണറെ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്തുള്ള എൻട്രിയും ഗുഡ്വില്ല് കൊണ്ടുവരുന്ന സമയത്തുള്ള എൻട്രിയും എന്തായിരുന്നു എൻട്രി? ക്യാഷ് അക്കൗണ്ട് അപ് ടു നിങ്ങൾ പ്ലസ് വണ്ണിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ഗുഡ്വില്ല് കൊണ്ടുവരുന്ന എൻട്രി നമ്മൾ പഠിച്ചു. ഗുഡ്വില്ല് ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയാണ്. നമുക്ക് കിട്ടുന്നത് കംപ്ലീറ്റ് ഡെബിറ്റിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് കംപ്ലീറ്റ് ക്രെഡിറ്റിലുമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ഗുഡ്വിൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് അപ് ടു സച്ചിൻ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് അപ് ടു സച്ചിൻ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്രയാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത്? 20,000. 20,000 ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ടു ഗുഡ്വിൽ. ഗുഡ്വിൽ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് അപ് ടു ഗുഡ്വിൽ അക്കൗണ്ട്. രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഇവിടെ ഞാൻ രണ്ടും കൂടെ ഒറ്റ എൻട്രി ആയിട്ട് എഴുതിയാണ്. ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ ആൻഡ് ഗുഡ്വിൽ. വേണമെന്നുണ്ടെങ്കിൽ രണ്ട് എൻട്രി ആയിട്ട് ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ എന്നോ നെക്സ്റ്റ് വൺ ക്യാഷ് അക്കൗണ്ട് അപ് ടു ഗുഡ്വിൽ എന്നും എഴുതാം. ഗുഡ്വിൽ എത്രയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? 4,000 ആണ് ഗുഡ്വിൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. 4,000. 20,000 plus 4,000 24,000. Brought capital and goodwill. Narration എഴുതിയതാണ് brought capital and goodwill. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവന്ന എൻട്രിയും
വില്ല് കൊണ്ടുവന്ന എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ആക്ടിവിറ്റി ക്യാപിറ്റൽ ആൻഡ് ഗുഡ് വിൽ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. ക്യാഷ് അക്കൗണ്ട് ആക്ടിവിറ്റി ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് ക്യാഷ് അക്കൗണ്ട് ആക്ടിവിറ്റി ഗുഡ് വിൽ അക്കൗണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗുഡ് വില്ല് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും? 5:3 ആണ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം 4000 × 5/8 4000 × 3/8 ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗുഡ് വില്ല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു ഗുഡ് വില്ല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ജേണൽ എൻട്രി? ഗുഡ് വിൽ അക്കൗണ്ട് അറ്റർ ടു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഗുഡ് വിൽ അക്കൗണ്ട് അറ്റർ ടു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്? സുനിൽ ആൻഡ് ദിലീപ്. ടു സുനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ടു ദിലീപ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ഗുഡ് വില്ല് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഗുഡ് വിൽ അക്കൗണ്ട് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് സുനിൽ എന്ന് പറയുന്ന പാർട്ണറും ദിലീപ് എന്ന് പറയുന്ന പാർട്ണറുമാണ്. അതുകൊണ്ടാണ് നമ്മൾ സുനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ദിലീപ് ക്യാപിറ്റൽ അക്കൗണ്ട്. ടോട്ടൽ ഗുഡ് വില്ല് എന്ന് പറയുന്നത് എത്രയാണ്? 4000. ടോട്ടൽ ഗുഡ് വില്ല് എന്ന് പറയുന്നത് 4000. ഈ 4000ന്റെ സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ തന്നെയാണ്, അഥവാ 5:3. അപ്പോൾ എന്ത് ചെയ്യണം? 4000 × 5/8 4000 × 3/8 ചെയ്യുക. 4000 × 5/8 സുനിലിന്റേതും 4000 × 3/8 ദിലീപിന്റേതുമാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് 2500 and 1500. 2500 for Sunil and 1500 for Dalip. Then നമ്മൾ നരേഷൻ എന്ത് ചെയ്യണം? Goodwill distributed among the existing partners at their sacrificing ratio. Goodwill distributed at existing partners at their sacrificing ratio. Existing partners in the sacrificing ratio നമ്മൾ എന്ത് ചെയ്തു? Goodwill distribute ചെയ്തു. അപ്പോൾ ഗുഡ്വിൽ കൊണ്ടുവന്ന എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു. ആ ഗുഡ്വിൽ എന്ത് ചെയ്തു? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗുഡ്വിൽ അഥവാ ഗുഡ്വിൽ എന്താണ്? ബിസിനസ്സിൽ റിട്ടേൺ ചെയ്യുകയാണ്. റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് എൻട്രിയിലായിട്ട് തന്നെയാണ് ഗുഡ്വിൽ കൊണ്ടുവന്നു. അത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവർ വിഡ്രോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് എന്ത്? എ എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ്? ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ബിന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അവരെന്ത് ചെയ്യുകയാണ്? അവർക്ക് കിട്ടിയിട്ടുള്ള ഗുഡ്വിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യുകയാണ്. വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി എന്തായിരുന്നു? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഗുഡ്വിൽ വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അഥവാ ഈ രണ്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ഗുഡ്വിലോ ക്യാഷ് അക്കൗണ്ട് നമുക്ക് എഴുതാം. അപ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ബിയുടെ ആൻസർ എന്ന് പറയുന്നത് ഞാൻ എയിൽ തന്നെയാണ് ബി ചെയ്യുന്നത്. ബി ചെയ്യുന്ന സമയത്ത് ഗുഡ്വിൽ കൊണ്ടുവന്ന എൻട്രി നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എൻട്രിയും എഴുതണം. 3 ക്വസ്റ്റ്യനിലും ഇത് രണ്ടും കോമൺ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കണം. ഓക്കെ, ഗുഡ്വിൽ കൊണ്ടുവന്ന എൻട്രി, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എൻട്രി. ദെൻ എക്സ്ട്രാ ഇതിൽ വരുന്നത് എന്താണ്? അവരെന്ത് ചെയ്യുകയാണ്? അവർക്ക് കിട്ടിയിട്ടുള്ള 2500 1500 എന്ത് ചെയ്യുകയാണ്? വിഡ്രോ ചെയ്യുകയാണ്. വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് പോവുകയില്ല, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് വരും. അപ്പോൾ നമുക്ക് ഏതാ? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആയിരിക്കുകയാണ് സുനിൽ ആൻഡ് ദിലീപ്. സുനിൽ അക്കൗണ്ട് അറ്റർ, ദിലീപ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് സുനിൽ ആൻഡ് ദിലീപ് ആണ്. അതുകൊണ്ട് തന്നെ സുനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ, ദിലീപ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എത്രയാണ് അവർക്കുള്ള ഡ്രോയിങ്സ് എന്ന് പറയുന്നത്? 2500 1500 അതാണ് അവർ വിഡ്രോ ചെയ്യുന്നത്. 2500 and 1500 ടോട്ടൽ 4000. ക്യാഷ് ക്രെഡിറ്റിൽ വന്നു. 4000 രൂപ ക്യാഷ് ക്രെഡിറ്റിൽ വന്നു. ക്രെഡിറ്റിൽ വന്നാൽ എന്താണ്? ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. ബിസിനസിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ട് ആർക്കാണ് കിട്ടുന്നത്? പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുകയാണ് ബിസിനസ് അഥവാ
ഫേമിൽ നിന്നും. അപ്പൊ ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. നരേഷൻ നമ്മൾ എന്ത് ചെയ്യണം? withdrawn by existing partner. ഓക്കെ, withdrawn by existing partner. അപ്പോൾ ഗുഡ്വിൽ കൊണ്ടുവന്ന എൻട്രി രണ്ടാമത്തതിലും എഴുതണം. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. then അവരെന്ത് ചെയ്യാണ്? അവർക്ക് ലഭിച്ചിട്ടുള്ള 2500 രൂപയും 1200 രൂപയും അവർ വിഡ്രോ ചെയ്യുകയാണ്. വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ട്നേഴ്സിനെ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് സച്ചിൻ ആൻഡ് ദിലീപ്. then മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അവർക്ക് കിട്ടിയിട്ടുള്ള ഗുഡ്വില് അഥവാ അവർക്ക് കിട്ടിയിട്ടുള്ള ഗുഡ്വിൽ എത്രയാണ്? 2500 ഉം 1500 ഉമാണ്. ഇതിന്റെ 50% അവർ വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അഥവാ രണ്ടിന്റെയും 50% വിഡ്രോ ചെയ്യുക. ജേണൽ എൻട്രി സെയിം തന്നെയാണ്. വിഡ്രോ ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. പക്ഷെ എന്ത് വരും? എമൗണ്ടിൽ മാറ്റം വരും. 2500ന്റെ 50%, 1500ന്റെ 50%. ബുസ്സിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഗുഡ്വില്ലിന്റെ 50%മാണ് വിഡ്രോ ചെയ്യുന്നത് എങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഗുഡ്വിൽ എന്ന് പറയുന്നത് 2500 ഉം 1500 ആണ്. 2500ന്റെ 50% എത്രയായിരിക്കും? 2500 ഇൻറ്റു 50/100. then 1500ന്റെ 50% എന്ന് പറയുന്നത് 1500 ഇൻറ്റു 50/100. അതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ലഭിച്ചിട്ടുള്ള ഗുഡ്വില്ലിന്റെ 50% വിഡ്രോ ചെയ്യുക. വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി എന്ന് പറയുന്നത് സെയിം എൻട്രി ആണ്. എമൗണ്ടിൽ മാത്രമായിരിക്കും വ്യത്യാസം വരുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യണം? ഗുഡ്വില് കൊണ്ടുവന്നിട്ടുള്ള എൻട്രി റെക്കോർഡ് ചെയ്യണം. അത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എൻട്രി റെക്കോർഡ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 50% വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ 50% വിഡ്രോ ചെയ്യുന്ന സമയത്ത് 1250. 2500ന്റെ പകുതി 50% എന്ന് പറയുന്നത് 1250. എങ്ങനെയാണ് 1250 കിട്ടിയിട്ടുള്ളത്? 2500 ഇൻറ്റു 50/100. then 1500ന്റെ 50% എന്ന് പറയുന്നത് 1500 ഇൻറ്റു 50/100 ചെയ്യുന്ന സമയത്ത് നമുക്ക് 750 എന്ന് ലഭിക്കും. 750. 1250 പ്ലസ് 750 2000. ഓക്കെ, പാർട്ട്നേഴ്സിന് ലഭിച്ചിട്ടുള്ള ഗുഡ്വില്ലിന്റെ 50% വിഡ്രോ ചെയ്യുകയാണ്. 50% എന്ന് പറയുന്നത് 2500 ഇൻറ്റു 50/100, 1500 ഇൻറ്റു 50/100. രണ്ടും ചെയ്യുന്ന സമയത്ത് 1250 750 കിട്ടി. ടോട്ടൽ ചെയ്താൽ 2000. എൻട്രി സെയിം എൻട്രി ആണ്. സച്ചിൻ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ദിലീപ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രീമിയം മെത്തേഡിൽ ഗുഡ്വിൽ ട്രീറ്റ് ചെയ്യേണ്ട രീതി പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗുഡ്വിൽ എന്ന് പറഞ്ഞാല് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിനെ നഷ്ടം നികത്താൻ വേണ്ടി പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഒരു എമൗണ്ട് ആണ് എന്ത് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അതിലെ ഒന്നാമത്തേതായിരുന്നു പ്രീമിയം മെത്തേഡ്. പ്രീമിയം മെത്തേഡിൽ ഗുഡ്വിൽ ട്രീറ്റ് ചെയ്യുന്നത്, പ്രീമിയം മെത്തേഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗുഡ്വിൽ കൊണ്ടുവരുന്നത് ക്യാഷിന്റെ ഫോമിലാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പ്രീമിയം മെത്തേഡ് എന്ന് പറയാം. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ജേണൽ എൻട്രീസ് ഏതൊക്കെയായിരുന്നു? കൊണ്ടുവരുന്ന അഥവാ ഗുഡ്വിൽ കൊണ്ടുവരുന്ന സമയത്തുള്ള എൻട്രി, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി, പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി, then വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്.